നമ്മളിന്ന് പറയാൻ പോകുന്നത് ഓസ്കാർ ഫിഷിനെ പറ്റിയാണ്. ഓസ്കാർ ഫിഷിനെ വളർത്തുന്നവർക്കും അല്ലെങ്കിൽ ഈ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഇനി വളർത്താൻ പോകുന്നവർക്കും എല്ലാവർക്കും ഉപകരിക്കും ഈ വീഡിയോ. എന്തായാലും ഓസ്കാർ ഫിഷിനെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ഫുഡ് എങ്ങനെയാണ്, വാട്ടർ ചേഞ്ച് എങ്ങനെയാണ്, മറ്റുള്ള ഫിഷസിൻ്റെ കൂടെ ഇടാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഇതിൽ. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഓസ്കാർ നമ്മൾ ചെറിയൊരു പ്രായത്തിൽ ഓസ്കാറിനെ മേടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്, വളരെ ചെറുപ്പത്തിൽ തന്നെ. കാരണം വളരെ ചെറുപ്പത്തിലാണ് തന്നെ പെട്ടെന്ന് നമ്മുടെ ഇണങ്ങും, നമ്മൾ ഫുഡ് കൊടുക്കും, നമ്മുടെ കയ്യുടെ അടുത്തൊക്കെ വരും, നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങും ഇത്. പിന്നെ ഇതിൻ്റെ പ്രായം അനുസരിച്ച് നമ്മളിതിന് കൊടുക്കുന്ന ഫുഡിൻ്റെ സൈസ് കുറച്ച് മാറ്റി വരണം. ഇപ്പോൾ ചെറിയ ഓസ്കാറൊക്കെ ആണെങ്കിൽ സാധാ പെല്ലറ്റ്സ് കൊടുത്താൽ മതി. പിന്നെ അത് വളരുന്നതനുസരിച്ച് പെല്ലറ്റ്സിൻ്റെ സൈസ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരണം. പിന്നെ ചെമ്മീൻ അറിയാമല്ലോ, ഓസ്കാർ ലൈഫ് ഫീഡ് കഴിക്കുന്നൊരു ഫിഷാണ്. അപ്പോൾ ചെമ്മീൻ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ഓസ്കാറിന് വളർച്ച ഉണ്ടാകും. പിന്നെ നമ്മൾ ഓസ്കാറിനെ ഇടുമ്പോൾ മാക്സിമം മറ്റുള്ള ഫിഷസിൻ്റെ കൂടെ ഇടാതിരിക്കുക. ഓസ്കാറിന് വേണ്ടി പ്രത്യേക ടാങ്ക് എടുക്കുക. അത്യാവശ്യം നല്ല വെള്ളവും അത്യാവശ്യം ഡയറക്റ്റ് സൺലൈറ്റൊന്നും അടിക്കാത്തടത്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചെറുതായിട്ടൊന്ന് വാട്ടർ ചേഞ്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓസ്കാറിൻ്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ടൊരു വാട്ടർ ചേഞ്ചാണ്. അതായത് നമ്മളൊരു 3 ആഴ്ച കൂടി ഇരിക്കുമ്പോഴെങ്കിലും ഓസ്കാറിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾ കൂടുതൽ ലൈഫ് ഫീഡൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പം വെള്ളം മാറ്റുന്നത് നല്ലതായിരിക്കും. അത് നമ്മളിപ്പം കോഴിയുടെയൊക്കെ പീസസ്, ഹേർട്ട്, അതുപോലെ തന്നെ ചെമ്മീൻ, അതൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം അഴുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് 2 ആഴ്ച കൂടുമ്പോൾ വെള്ളം മാറ്റുന്നതായിരിക്കും ബെറ്റർ. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ഡൗട്ടാണ്, മേടിച്ചുകൊണ്ട് വരുന്ന ഓസ്കാർ അല്ലെ ഫ്ലവർ ഹോണൊക്കെ ഏതെങ്കിലും ഒരു അറ്റത്ത് പോയി താഴ്ന്ന് കിടക്കുന്നു അല്ലെ ചരിഞ്ഞ് കിടക്കുന്നു എന്നൊക്കെ പറയും. അതിപ്പോൾ നമ്മുടെ ഓസ്കാറും ഫ്ലവർ ഹോണിൻ്റെയൊക്കെ പൊതുവേ ഉള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പുതിയൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു ടാങ്കിലേക്ക് കൊണ്ടിടുമ്പം അവന്മാർ ജസ്റ്റ് ഇങ്ങനെ ചരിഞ്ഞും അങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ. അവരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, നേച്ചർ അങ്ങനെയാണ്. പിന്നെ ടാങ്കായിട്ടൊക്കെ ഇണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിക്കോളും. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്ന കാര്യമാണ് എയറേഷനും ഫിൽട്രേഷനൊക്കെ അത്യാവശ്യമാണോ എന്ന്. ഞാനിപ്പോൾ എൻ്റെ ഒരു ടാങ്കിൽ ഞാനിപ്പോൾ എയറേഷനോ ഫിൽട്രേഷനോ ഒന്നും ചെയ്തിട്ടില്ല നിലവിൽ. പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സൗകര്യം ഉള്ളവരാണെങ്കിൽ എയറേഷനും ഫിൽട്രേഷനൊക്കെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഓസ്കാറിൻ്റെ ബ്രീഡിങ് ടൈമിൽ ഇവന്മാർ കാണിക്കുന്ന പ്രത്യേക കുറച്ച് ഇതുണ്ട്. അതായത് ഓസ്കാർ ബ്രീഡിങ് ടൈമിൽ ലിപ് ലോക്ക് ചെയ്യാറുണ്ട്, ലിപ് ലോക്കിങ്. പിന്നെ അതിൻ്റെ ബോഡി ഇങ്ങനെ ഇട്ട് ഷിവർ ചെയ്യാറുണ്ട്, നന്നായിട്ട് ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഷിവറിങ് ഒക്കെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ബ്രീഡിങ് ടൈം ആണെന്നല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ കാണിക്കുവാണെങ്കിൽ അതിന് മീനിന് എന്തോ സ്ട്രെസ് ഉണ്ടെന്നാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അതിന് പറ്റിയ നല്ല എൻവയോൺമെൻറ്റ് അതിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മൾ 2 ഓസ്കാറിനെ ഇടുക. നമ്മളൊരിക്കലും 3 ഓസ്കാറായിട്ടൊന്നും ഇടല്. കാരണം ഇപ്പോൾ 2 എണ്ണം പെയറായിട്ട് ഒരെണ്ണത്തെ കുത്തിക്കൊല്ലാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 6 ഓസ്കാറിനെ ഇടുക. അങ്ങനെയൊക്കെ നമ്മളൊരു പെയർ രീതിയിലേ ഇതിനെ ഇടാവും, മനസ്സിലായില്ല. അല്ലെങ്കിൽ അവിടെ ഫൈറ്റർ മീനെ പോലെ ഫൈറ്റ് ഉണ്ടാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഓസ്കാർ പിന്നെ മറ്റുള്ള ഫിഷസിനെ പോലല്ല. ഓസ്കാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ അവരുടെ ടാങ്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതാണ്. നല്ല വൃത്തി എന്ന് പറയുമ്പോൾ മാക്സിമം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കണം എന്നുള്ളതാണ്. ചിലരൊക്കെ വളർത്തുന്ന ഓസ്കാറിൻ്റെ കളർ മങ്ങിപ്പോകുന്നതായിട്ടൊക്കെ ചിലർ പറയാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. അതായത് വൃത്തിയില്ലാത്ത ടാങ്കും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ റീസൺ. നല്ല വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഇവന്മാരുടെ കളർ നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ. പിന്നെ ചില ഓസ്കാറിൻ്റെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും വെള്ള കളറാകുന്നത്. അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നതല്ല, അത് ഒരു സൈസ് ഫംഗസ് ഉണ്ടാക്കുന്നതാണ്. അതിനെ വൈറ്റ് സ്പോട്ട് എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അത് ചില മീനുകളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ വെളുത്തിരിക്കും, അത് വൈറ്റ് സ്പോട്ടാണ്. ഓസ്കാറിന് എപ്പോഴും നമ്മുടെ ചെമ്മീൻ, അങ്ങനെ ചിക്കൻ്റെ പീസ് അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ വെജിറ്റബിൾസും കൊടുക്കാൻ പറ്റും. അതായത് ബോയിൽഡ് ചെയ്ത പീസസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ വെജിറ്റബിളൊക്കെ ബോയിൽ ചെയ്തെടുക്കത്തില്ലേ, അതൊക്കെ പെട്ടെന്ന് കൊടുക്കരുത്. നമ്മൾ പയ്യെ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കണം. അങ്ങനെ വെജിറ്റബിൾസും കഴിക്കും ഓസ്കാർ. പിന്നെ മെയിൽ മത്സ്യം ഇല്ലാതെ തന്നെ ഇത് ചെയ്യാറുണ്ട്, എഗ്ഗൊക്കെ ചെയ്യാറുണ്ട്. അതിൽ എഗ്ഗിൻ്റെ കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഫെർട്ടിലൈസ് ആയതാണോ അല്ലയോ എന്ന്. ഒരുപാട് വൈറ്റ് എഗ്ഗാണെങ്കിൽ അത് ഫെർട്ടിലൈസ് ആയിട്ടില്ല. പക്ഷേ ഒരു ചെറിയൊരു ഡാനിഷ് കളറൊക്കെ ആണെങ്കിൽ അത് ഫെർട്ടിലൈസ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഓസ്കാറിന് ഒരുപാട് ഡിസീസസ് വരാറുണ്ട്. അതിപ്പം ഓസ്കാറിൻ്റെ ബ്രീഡേഴ്സിനോട് ചോദിച്ചാൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ ഓസ്കാറിന് ഹാൻഡ് ഫീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ട് മുക്കിയിടുന്ന പരിപാടിയുണ്ട്. പക്ഷേ ഓസ്കാറിൻ്റെ അടുത്ത് ഹാൻഡ് ഫീഡിങ് ചെയ്യുമ്പോൾ മാക്സിമം സൂക്ഷിക്കേണ്ട കാര്യമില്ല, ഉറപ്പായിട്ടും കയറി കടിച്ചിരിക്കും. ഓസ്കാർ അത്ര അഗ്രസീവായിട്ടൊരു ഫിഷാണ്. ഓസ്കാറിൻ്റെ ചരിത്രം തന്നെ നോക്കുമ്പോൾ അറിയാം, ആമസോൺ നദികളിൽ നിന്നുള്ള ഒരു ഫിഷാണ്. അവിടെ ഉള്ളതാണ് നമ്മുടെ പിരാന, ആരാപ്പൈമയൊക്കെ. അപ്പോൾ ഓസ്കാറിൻ്റെ നേച്ചർ വെച്ച് നമ്മൾ കൈ വെള്ളത്തിൽ കൊണ്ടിട്ട് ഫുഡ് കൊടുത്താൽ ഉറപ്പായിട്ട് അത് കൈ കടിക്കും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം സൂക്ഷിച്ചോണം. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള ഓസ്കാർ ആണെങ്കിൽ വിരലിനൊക്കെ നല്ല പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ആ കാര്യം സൂക്ഷിച്ചോണം. പെയറായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓസ്കാറിനെ നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. കാരണം പെയറായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത് ഞാൻ ഇത്രയും നാൾ ഓസ്കാറിനെ വളർത്തിയതിൻ്റെ കുറച്ച് അനുഭവത്തിൽ നിന്നാണ്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം.
അപ്പം കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.